ഒരു കുട്ടി തൻ്റെ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ കടന്നു വരുന്നത്. അച്ഛനെ കണ്ടപ്പോൾ അവൻ തനിക്ക് ഹോംവർക്ക് ചെയ്യുവാൻ സഹായിക്കുമോ എന്ന് അച്ഛനോട് ചോദിച്ചു. എന്നാൽ ആ മനുഷ്യൻ മകനെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടു. വീടിൻ്റെ എല്ലാ ചിലവുകളും കുടുംബത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ഒരു ഭാരമായി കൊണ്ടു നടക്കുന്ന അയാൾ എപ്പോഴും പ്രകോപിതനായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാളുടെ കോപം ശമിച്ചു. അയാൾ തൻ്റെ മകൻ്റെ മുറിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. കുട്ടി തൻ്റെ ഗൃഹപാഠത്തിൻ്റെ പതിപ്പ് കയ്യിൽ പിടിച്ചുറങ്ങുകയായിരുന്നു. അയാൾ ആ കോപ്പി എടുത്ത് വായിക്കാൻ തുടങ്ങി. ഹോംവർക്കിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ആദ്യം കൈക്കും പിന്നീട് മധുരിക്കും. ഇതിൻ്റെ ഒരു ഖണ്ഡിക എഴുതേണ്ടിയുണ്ടായിരുന്നു. അയാൾ തൻ്റെ മകൻ എന്താണ് എഴുതിയതെന്നറിയാൻ ആകാംക്ഷയോടെ വായിക്കാൻ ആരംഭിച്ചു. മകൻ എഴുതിയത് ഇപ്രകാരമായിരുന്നു: ആദ്യം ഞാൻ എൻ്റെ മെഡിസിൻസ് കൈപ്പേറിയതിനാൽ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അതെൻ്റെ അസുഖം സുഖപ്പെടുത്തി. എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത അലാറം ക്ലോക്ക്, അതിനോട് ഞാനിപ്പോൾ നന്ദിയുള്ളവനാണ്. കാരണം എല്ലാ ദിവസവും രാവിലെ എന്നെ ഉണർത്തുകയും ഞാൻ ജീവനോടെയുണ്ട് എന്ന് എന്നോട് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്ക് ഇത്രയും നല്ല പിതാവിനെ തന്ന ദൈവത്തോടും ഞാൻ നന്ദിയുള്ളവനാണ്. കാരണം അദ്ദേഹം എന്നെ ശകാരിക്കുകയും വഴക്ക് പറയുകയും വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അച്ഛൻ എനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിത്തരികയും രുചികരമായ ഭക്ഷണങ്ങൾ വാങ്ങിത്തരികയും ചെയ്യും. എൻ്റെ അച്ഛനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം വായിച്ച ശേഷം അയാൾ അവിടെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നെഗറ്റീവ് വീക്ഷണത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം നമ്മൾ അസ്വസ്ഥനും പ്രകോപിതനുമാകും. ഇതിനെല്ലാം മറികടക്കാനും പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറിയും. മകനോടൊപ്പം ചിലവഴിക്കേണ്ട നിമിഷങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു ലഭിക്കാത്ത നിമിഷങ്ങളാണ്. അയാൾക്ക് തൻ്റെ തെറ്റു മനസ്സിലായി. പിന്നീട് അയാൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് വീക്ഷണത്തോടെ നേരിടാൻ തുടങ്ങി. സ്റ്റോറി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.